അത് ലൈഫ് ത്രെട്ടനിങ് ആണ് എന്ന് നഴ്സായ നമുക്ക് അറിയാമെങ്കിലും കൺസെൻറ്റ് കൊടുത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫീലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധൈര്യവും നമുക്ക് കിട്ടി. അന്ന് അങ്ങനെ അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് കൺസെൻറ്റ് കൊടുക്കാൻ തോന്നാഞ്ഞത്. മാതാവിൻ്റെ കാശുരൂപം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, എണ്ണ കയ്യിലുണ്ടായിരുന്നു. അത് രണ്ട് വെച്ചിട്ട് ആശുപത്രിയോട്ട് പോയത് ഞങ്ങൾ പറഞ്ഞു കൺസെൻറ്റ് തരണില്ല. പക്ഷേ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് വിട്ടില്ല. കാരണം ബ്ലഡ് വെസൽ പൊട്ടി വയറിൽ ബ്ലഡ് നിറഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതുകൊണ്ട് പ്ലേയിങ് വിത്ത് ദ ഫയർ എന്നാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് പോലും നമുക്കൊരു ടെൻഷനും ഇല്ല. നമ്മൾ പറഞ്ഞു ഇത് ഞങ്ങളുണ്ടാക്കിയ ബേബി അല്ല, ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ബേബിയാണ്. മിറക്കിൾസ് വിൽ ഹാപ്പൻ ആൻഡ് മിറക്കിൾസ് ഡു ഹാപ്പൻ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 1 നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് സർജറി വേണ്ട. അപ്പം ഡോക്ടർ പറഞ്ഞു 1 നൈറ്റ് സ്പെൻഡ് ചെയ്തു. അപ്പം അവിടെ ഞങ്ങൾ ഫർദർ അൾട്രാസൗണ്ട് ചോദിച്ചു. അപ്പം 2 അൾട്രാസൗണ്ട് ചെയ്തപ്പോഴും സെയിം തിങ്, ബേബി കോർണുവേലാണ്, അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെയും അടുത്താണ്, അതിൻ്റെ ഒരു സ്പേസിലാണ്, ഒരു പ്രത്യേക സ്പേസിലാണ് ബേബിക്ക് ഒരിക്കലും എൻഡോമെട്രിയത്തിലോട്ട് മാറാൻ പറ്റില്ല. കാരണം ചെടി നടന്നതുപോലെയാണ് ബേബി പിടിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാത്രി വേണം. അപ്പം ഞങ്ങൾ 1 നൈറ്റ് കണ്ടിന്യൂസ് കൊന്തെത്തിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചു, കാശുരൂപം വെച്ചിട്ട് വയറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് നൈറ്റ് ഞാൻ മാതാവിനെ ഫീൽ ചെയ്തു. മാതാവ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, മാതാവിൻ്റെ സ്മെൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു.